നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ. ദേശീയ ചാനൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. CAA രാജ്യത്തിന്റെ നിയമമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പ്രാബല്യത്തിൽ വരും. ആർക്കും തടയാൻ കഴിയില്ല. വോട്ട് ബാങ്കിന്റെ അത്യാർത്തിയിൽ കോൺഗ്രസ് പലതും മറന്നു. ഭരണഘടനാ അസംബ്ലിയുടെ വാഗ്ദാനമായിരുന്നു CAA. രാജ്യത്തെ വിഭജിക്കപ്പെട്ടപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ, രാജ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുമെന്ന് കോൺഗ്രസുകാർ ഇവർക്ക് വാഗ്ദാനവും നൽകിയിരുന്നു. എന്നാൽ വോട്ട് ബാങ്കിന്റെ പേരിൽ കോൺഗ്രസുകാർ എല്ലാം മറന്നു. 1947 ഓഗസ്റ്റ് 15 വാഗ്ദാനത്തെക്കുറിച്ച് ഇന്ത്യ ഓർക്കാതിരിക്കുകയും അവർക്ക് പൗരത്വം നൽകാതിരിക്കുകയും ചെയ്താൽ അത് വഞ്ചനയാകും. ഞങ്ങളുടെ സർക്കാർ അവർക്ക് പൗരത്വം അവകാശങ്ങളും നൽകും എന്നും അദ്ദേഹം പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡിനെ മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും അമിത്ഷാ പറഞ്ഞു. UCC BJPയുടെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഏകീകൃത സിവിൽ കോഡിനെ മതവുമായി ബന്ധിപ്പിച്ചത് നിർഭാഗ്യകരമാണ്. ഭരണഘടനാ അസംബ്ലി ആർട്ടിക്കിൾ 44 നിർദ്ദേശ തത്വങ്ങളിൽ രാജ്യത്തെ പാർലമെന്റും നിയമസഭകളും ഇത് നടപ്പാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു മതേതര രാജ്യം വേണമെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നിയമം എന്നത് പ്രധാനമാണ്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യവും മതേതരമല്ല. ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. മതം വ്യക്തിപരമായ കാര്യമാണ്, സംസ്ഥാന വിഷയമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മൾ ഇങ്ങനെയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരു നിയമം നടപ്പിലാക്കണം. ഭാരത് ജോഡോ എന്ന ബാനറിന് കീഴിൽ ഇന്ത്യയെ തകർക്കാനുള്ള ഒരു അഭ്യാസം നടക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. രാജ്യത്തിന്റെ വടക്കും തെക്കും വിഭജിക്കണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു വലിയ നേതാവ് പറയുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ സനാതന ധർമ്മത്തിനെതിരെ വിഷം ചീറ്റുന്നു. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ തടയുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.